ഇത് സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ ക്യാൻസർ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതൊക്കെ ആഹാരങ്ങളിലാണ് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അല്ലെങ്കിൽ HFCS ഷുഗറിനെയും കാട്ടും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കൃത്രിമമായിട്ടുള്ള ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ശരിക്കും കുട്ടികൾ കഴിക്കുന്ന ക്യാൻഡീസ് ഇല്ലേ, മിക്ക ഈ ചുമന്ന കളറിലും അതുപോലെ പല കളറിലും ഉണ്ടാക്കുന്ന ക്യാൻഡീസിലെല്ലാം ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പാണ് ആഡ് ചെയ്യുന്നത്. കാരണം വളരെ ചീപ്പാണ്, പഞ്ചസാരയും കാട്ടും വില കുറവായതുകൊണ്ടും കൂടുതൽ കേടാകാതെ നിൽക്കുന്നതുകൊണ്ടും HFCS ആണ് മിക്ക ചോക്ലേറ്റ്സിലും ക്യാൻഡീസിലും ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് സ്ഥിരമായിട്ട് ഇത് കൊടുക്കരുത് എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ കാണുന്നത് 15 വയസ്സുള്ള കുട്ടികൾക്ക് ഡയബറ്റീസും 15 വയസ്സ് കുട്ടികൾക്ക് പൊണ്ണത്തടി, ഹൃദ്രോഗമൊക്കെ കാണുന്നത് വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പല ബേക്കറി ഐറ്റംസിനും ആഡ് ചെയ്യുന്നത് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പാണ്. ഈ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് സ്ഥിരമായി കഴിച്ചാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ക്യാൻസർ വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്ന ജാമിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്, സോസസിൽ ധാരാളം ആടിയിട്ടുണ്ട്, ജെല്ലി, കുട്ടികൾ കഴിക്കുന്ന ജെല്ലിയിൽ ചില ഫ്രൂട്ട്സ് ക്യാനിലായിട്ട് വരുന്ന ഫ്രൂട്ട്സ് ഉണ്ട്, ചില കേടാകാതെ വരുന്ന ചില ഫ്രൂട്ട്സ് ഡ്രൈ ആയിട്ടുണ്ട്, അതിൻ്റെ അകത്തൊക്കെ ഈ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു കാരണവശാലും കുട്ടികൾക്ക് ഇത് നിങ്ങൾ വാങ്ങിച്ച് കൊടുക്കരുത്. അത് സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ, ഹൃദ്രോഗം, ഡയബറ്റീസ്, കൊളസ്ട്രോൾ, ഹൈപ്പർ ടെൻഷൻ, പല അസുഖങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാൾട്ടോഡെസ്ട്രിൻ എന്നുള്ള സാധനം അടങ്ങിയിട്ടുള്ള സാധനങ്ങളും ഡേഞ്ചറസ് ആണ്. മാൾട്ടോഡെസ്ട്രിൻ കാണുന്നത് മിക്ക പാക്കറ്റ് ചിപ്സിലും മാൾട്ടോഡെസ്ട്രിൻ ആണ് അടങ്ങിയിട്ടുള്ളത്. ന്യൂട്രീഷൻ ബാർ ഉണ്ട്, നമ്മൾ ഹെൽത്തി പ്രോട്ടീൻ ബാറും ന്യൂട്രീഷൻ ബാറിലെല്ലാം ആഡ് ചെയ്തിരിക്കുന്ന മാൾട്ടോഡെക്സ്ട്രിൻ ആണ്. അതുപോലെ സ്പോർട്സ് ഡ്രിങ്കിലും പല കൊക്കോകോള, പെപ്സി പോലുള്ള സാധനങ്ങളും ആഡ് ചെയ്തിരിക്കുന്ന മാൾട്ടോഡെക്സ്ട്രിൻ ആണ്. അതും നമ്മുടെ ദേഹത്ത് ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കുന്നത് വളരെ ഫാസ്റ്റ് ആണ്. അത് ഡേഞ്ചറസ് ആണ്. നമ്മൾ സാധാരണ പഞ്ചസാരയും കാട്ടും ഡേഞ്ചറസ് ആണ് മാൾട്ടോഡെക്സ്ട്രിൻ ഉള്ള സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള ആഹാരം കഴിക്കുകയാണെങ്കിൽ. അപ്പം നമ്മൾ ഒഴിവാക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൃത്രിമമായിട്ട് ആഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ, പ്രത്യേകിച്ച് ജങ്ക് ഫുഡ്സ്, പിസ്സ, ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ് പോലുള്ള സാധനങ്ങൾ, ഈ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ബേക്കറി ഐറ്റംസ് ഒക്കെ വളരെയധികം ലിമിറ്റ് ചെയ്യുക. പ്രത്യേകിച്ചും കുട്ടികളിൽ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ പോലും 2 ആഴ്ചയിൽ ഒരിക്കയോ അല്ലെങ്കിൽ 1 മാസത്തിൽ ഒരിക്കയോ കൊടുക്കുന്നതാണ് നല്ലത്. നമ്മൾ പഴയ ഒരു ജീവിതശൈലിയാണ് ഏറ്റവും നല്ലത്. ഒരു പുതിയൊരു ഫാസ്റ്റ് ലൈഫിലോട്ട് വന്നപ്പോൾ കൂടുതൽ കുട്ടികളും കഴിക്കുന്നത് എന്താണ്? ചിപ്സ് ആണ്. മിക്ക ആളുകളും കഴിക്കുന്നത് ചിപ്സ് ആണ്, അല്ലെങ്കിൽ പാക്കറ്റ് ഫുഡ്സ് ആണ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ്, കുക്കീസ് ആണ്, ബിസ്ക്കറ്റ്സ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിലോ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ കഴിച്ചിരുന്ന ഫുഡാണോ? അല്ല. ഈ ഒരു ഫുഡ് കാരണമാണ് 12 വയസ്സുള്ള കുട്ടി കുഴഞ്ഞു വീർന്ന് മരിക്കുന്നത്, 15 വയസ്സുള്ള കുട്ടികൾക്ക് ഡയബറ്റീസ് ഉണ്ടാകുന്നു, 15 വയസ്സുള്ള കുട്ടികൾക്ക് ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടാകുന്നതിന് കാരണം ഇത്തരത്തിൽ മോശമായിട്ടുള്ള ഫുഡ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നുണ്ടാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള മാൾട്ടോഡെക്സ്ട്രിൻ അല്ലെങ്കിൽ കോൺ സിറപ്പ്, ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്, ഗ്ലൂക്കോസ് സിറപ്പ് എന്നൊക്കെ എഴുതിയിട്ടുള്ള സാധനങ്ങൾ നിങ്ങളുടെ പാക്കറ്റിലുണ്ടെങ്കിൽ ഒരു കാരണവശാലും കുട്ടികൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാതിരിക്കുക, നിങ്ങളും കഴിക്കാതിരിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്തത്. മറ്റുള്ളവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ.